പക്ഷേ മലക്കിന്റെ ഉത്ബോധനവും പിശാചിന്റെ ദുർബോധനത്തെക്കുറിച്ചുള്ള അറിവ് വേണമെന്ന് പറഞ്ഞത് വലാകിൻ ഫീ ഹഖ്ഖി മൻ യതസദ്ദാലഹു, അത്തരമൊരു സാഹചര്യങ്ങളിലേക്ക് ചെന്നുപെടുന്നവരെ സംബന്ധിച്ച് മാത്രമേ അത്തരമൊരു അറിവ് വേണമെന്ന് നിഷ്കർഷിക്കേണ്ടതുള്ളൂ. അപ്പൊ ഫൈദാ കാനൽ ഗാലിബു, സാധാരണ ഗതിയാണെങ്കിൽ അന്നൽ ഇൻസാന ലാ യൻഫക്കു അൻ ദവാഇ ശർരി, ചീത്തയിലേക്കുള്ള പ്രേരണകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത വിധം അതിനടിമപ്പെട്ടു പോകേണ്ട കണ്ടീഷനിലാണ് ഒരു മനുഷ്യന്റെ സാഹചര്യമെങ്കിൽ, അതേപോലെ വലിയായി ലോകമാന്യത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം, വൽ ഹസദി അസൂയയിലേക്ക് നയിക്കുന്ന സാഹചര്യം, ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് മനുഷ്യന് സാധാരണഗതിയിൽ വരുന്നതെങ്കിൽ ഫയൽസമുഹു, അപ്പോൾ അവന് നിർബന്ധമാകും അയ്യതഅല്ലമ മിൻ ഇൽമി റുബഇൽ മുഹ്ലികാത്ത്, മുഹ്ലികാത്ത് എന്ന് പറയുന്ന ഒരു പിന്നെ ഗസാലിമാമന്റെ യഹ്യ എന്ന് പറഞ്ഞ കിതാബ് 4 ഭാഗങ്ങളായി 4 പാർട്ടുകളായി തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽപ്പെട്ട ഒരു പാർട്ടാണ് മുഹ്ലികാത്ത്, മനുഷ്യനെ ആത്മീയമായി നശിപ്പിക്കുന്ന ഘടകങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശനങ്ങൾ. അപ്പൊ ഈ അസൂയയിലേക്ക് ചെന്നുപെടുന്ന, അതേപോലെ ലോകമാന്യത്തിലേക്ക് ചെന്നുപെടുന്ന മറ്റ് തിന്മകളിലേക്ക് അവനെ നയിക്കുന്ന സാഹചര്യങ്ങൾ അവനിൽ നിന്ന് മാറി നിൽക്കാത്ത വിധം അതവനെ പിടിച്ചുലക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് വരികിൽ അവനെന്ത് വേണം? അവൻ റുബുൽ മുഹ്ലിക്കാത്തുമായി ബന്ധപ്പെട്ട് ഗസാലിമാം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ പഠിക്കൽ അവന് നിർബന്ധമാണ്. എത്രത്തോളം പഠിക്കണം? മാ യറാ നഫ്സഹു മുഹ്താജൻ ഇലൈഹി, അവൻ എത്രത്തോളം അത് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനനുസരിച്ച് പഠിക്കണം. വകൈഫ ലാ യജിബു അലൈഹി, എങ്ങനെയാണ് അത് പഠിക്കൽ അവന് നിർബന്ധമല്ലാതിരിക്കുന്നത്? വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സലാസുൻ മുഹ്ലികാത്ത് ശുഹ്ഹുൻ മുതാഉൻ വഹവൻ മുത്തബഉൻ വയജാബുൽ മർഇ ബിനഫ്സിഹി. ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞു, 3 കാര്യങ്ങൾ അത് മനുഷ്യനെ ആത്മീയമായി നശിപ്പിക്കുന്നതാണ്. ഒന്ന് ശുഹ്ഹുൻ മുതാഅ, അനുസരിക്കപ്പെടുന്ന പിശുക്ക്. ആ പിശുക്കിന്റെ കാരണത്താൽ നിർവഹിക്കേണ്ട ബാധ്യതകൾ പോലും നിർവഹിക്കാതെ അവൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. വഹവൻ മുത്തബഅ, ആ പിന്തുടരപ്പെടുന്ന ദേഹേച്ഛ, മനുഷ്യന് ഒരുപാട് തെറ്റായ ആഗ്രഹങ്ങളും പിന്നെ ചിന്താഗതികളും ഒക്കെ വരും. അതിന് വഴങ്ങിക്കൊടുക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനെ അങ്ങേയറ്റം നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. വയജാബുൽ മർഇ ബിനഫ്സിഹി, ഒരു മനുഷ്യന് തന്നെക്കുറിച്ച് തന്നെ മതിപ്പ് തോന്നൽ, ഞാൻ ഇപ്പൊ തരക്കേടില്ലാത്തൊരു കണ്ടീഷനിലാണ് എന്ന് ഒരാൾക്ക് അവനെക്കുറിച്ച് തോന്നിയാൽ അപ്പൊ മനസ്സിലാക്കണം ഓന്റെ കാര്യം പോക്കാണ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഈ 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഇത് 3 വലിയ നാശത്തിലേക്ക് എത്തിക്കുന്ന സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ആ 3 കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവവൻ, ഇത്തരം നാശത്തിലേക്ക് ചെന്നുപെടാൻ സാധ്യതയുള്ളവൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിച്ചേ പറ്റൂ, അവനത് മനസ്സിലാക്കിയേ പറ്റൂ. എങ്ങനെയാണ് അസൂയ വരുന്നത്, അതുമായി ബന്ധപ്പെട്ട അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്, ലോകമാന്യം എങ്ങനെയാണ് വരുന്നത്, അതിന്റെ സൊല്യൂഷൻ എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവന് പഠിച്ചേ പറ്റൂ. അതൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരളവ് വരെ പഠിക്കണം. വാസ്തവത്തിൽ വലായം ഫക്വാൻഹ ബശറുൻ, ഇത്തരത്തിലുള്ള സംഗതികളിൽ നിന്ന് ഒരു മനുഷ്യനും ഒഴിവല്ല. ഒരു മനുഷ്യൻ വെച്ചാൽ അള്ളാഹു പ്രത്യേകം ഹിഫ്ള് നൽകിയവരല്ലാത്ത ആരും അതിന് ഒഴിവല്ല. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഒരു തന്നെപ്പൊക്കി ശൈലി സ്വഭാവമൊക്കെ എല്ലാവരുടെ മനസ്സിലും ചെറുതായിട്ടൊക്കെ വന്നുകൂടാൻ സാധ്യതയുണ്ട്. അസൂയ പലപ്പോഴും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്റെ സ്വന്തം താല്പര്യത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, അവിടെ ഹക്കും ബാത്തിലും പ്രശ്നമല്ലാത്ത സാഹചര്യങ്ങൾ, എന്തൊക്കെയാണോ ശരീരം നമ്മളോട് തിന്മയായി കൽപ്പിക്കുന്നതെങ്കിൽ അതിനെല്ലാം പിന്തുടരുന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ പിശുക്ക് കാരണം ബാധ്യതകളിൽ നിന്ന് പോലും ഒളിച്ചോടാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഹൃദയത്തിന്റെ അവസ്ഥകളിൽ നിന്ന് ആക്ഷേപാർഹമായിട്ടുള്ള വേറെ കുറെ കാര്യങ്ങളും പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. കിബിറു പോലെ, ഉജുബ് പോലെ, അതിന്റെ സഹോദരിമാരായിട്ട് വരുന്ന ഒരുപാട് ഹൃദയരോഗങ്ങൾ, അതൊക്കെ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ ആക്ഷേപാർഹമായിട്ടുള്ള സംഗതിയാണ്. എന്നാൽ ആ സംഗതികളെല്ലാം തന്നെ മുഹ്ലിക്കാത്ത്, ഈ പറഞ്ഞ 3 അങ്ങേയറ്റം ആത്മീയമായ നാശത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞ ഈ 3 എണ്ണത്തിന്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വൈസാനത്തുഹ, ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളെ നീക്കം ചെയ്യുക എന്നത് ഫർദു ഐനിൻ, അത് വ്യക്തിപരമായ നിർബന്ധമാണ്. വലാ യുംകിനു ഇസാലത്തുഹ,
എന്നാൽ അത് ആ നിർബന്ധം പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരുമ്പോ ഈ പിന്നെ തെറ്റായ സംഗതികൾ മനസ്സിൽ നീക്കം ചെയ്യുമ്പോൾ ആ നീക്കം ചെയ്യാൻ സാധിക്കില്ല. ഇല്ലാ ബിമഅരിഫത്തി ഹുദൂദിഹ, അതിന്റെ നിർവചനങ്ങൾ എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ, എന്താണ് കിബ്ർ എന്ന് പറഞ്ഞാൽ, അതൊക്കെ അറിയണം. അതേപോലെ തന്നെ മഅരിഫത്തി അസ്ബാബിഹ, അതിലേക്ക് മനുഷ്യനെ നയിക്കുന്ന കാരണങ്ങൾ എന്താണെന്ന് അറിയണം. മഅരിഫത്തി അലാമാത്തിഹ, അതിന്റെ അടയാളങ്ങൾ എന്താണെന്ന് അറിയണം. മഅരിഫത്തി ഇലാജിഹ, അതിന്റെ ചികിത്സ എന്താണെന്ന് അറിയണം. അതൊക്കെ മനസ്സിലാക്കൽ നിർബന്ധമാണ് എന്ന്. കാരണം ഇത് നാശത്തിലേക്ക് എത്തിക്കുന്നതാണ്. എങ്കിൽ നാശത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഇൽമുണ്ടാക്കുക എന്നത് അത് നിർബന്ധമാണ്. ഇത്തരം അപകടത്തിൽ ചെന്നുപെടാതിരിക്കാനും അതേപോലെ തന്നെ അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കാനും ആവശ്യമായ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത് എന്താ? ഫൈന്നമല്ലായ അരിഫു ശർറ, ഷർറ് തിന്മ എന്താണെന്ന് അറിയാത്തവൻ യഖഉ ഫീഹി, അവൻ ആ തിന്മയിൽ ചെന്ന് ചാടും. വൽ ഇലാജു, അതിനുള്ള ചികിത്സ ഹുവ മുഖാലഫത്തു സബബി ബിളിദ്ദിഹി, അതിനെതിരിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള കാരണങ്ങളെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പ്രതിഷ്ഠിച്ച് അതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ്. വകൈഫ യുംകിനു, എന്നാൽ ആ ശ്രമങ്ങൾ എങ്ങനെ നടത്താൻ സാധിക്കും? ദൂന മഅരിഫത്തി സബബി വൽ മുസബ്ബബി, എന്താണ് കാരണമെന്നും ആ കാരണങ്ങളിലൂടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്താണെന്നും അറിയാതെ ഒരിക്കലും തന്നെ അതിൽ നിന്ന് പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്കൊരു സംഗതിയെ പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ല. എന്നാൽ മുഹ്ലിക്കാത്തി, അതുകൊണ്ട് തന്നെ മനുഷ്യനെ ആത്മീയമായി നശിപ്പിക്കുന്ന കാര്യങ്ങളെന്ന ആ ഒരു പാർട്ടിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള അധിക കാര്യങ്ങളും ഫുറൂദിൽ അഴിയാൻ, അത് ഫർള് ഐനുകളിൽപ്പെട്ട നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ്. വഖത്തറക്കഹന്നാസു കാഫ, പക്ഷേ ജനങ്ങൾ മുഴുവനും അത് ഉപേക്ഷിക്കുകയാണ്. ഇസ്തിഗാലൻ ബിമാ ലാ യഅനി, അവൻ ആവശ്യമില്ലാത്ത പല സംഗതികളുമായിട്ട് ജോലിയായിട്ട് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടതോ ശ്രദ്ധയിൽ വരേണ്ടതോ ആയിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് മാറി മനുഷ്യന്മാരൊക്കെ അവരുടെ അജണ്ട വേറെ രൂപത്തിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അവർക്ക് യഥാർത്ഥത്തിൽ അനിവാര്യമല്ലാത്ത പലതിന്റെയും പുറകെ അവർ പോകുന്നു. അനിവാര്യമായി അവർ ശ്രദ്ധിക്കേണ്ട സംഗതികളിൽ നിന്ന് അവർ പുറകോട്ട് വലിയുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇത് ഷർറാണ്, ഇത് തിന്മയാണ് എങ്കിൽ ആ തിന്മയെക്കുറിച്ചുള്ള നമുക്ക് കൃത്യമായിട്ടുള്ള എന്തുണ്ടായിരിക്കണം? ധാരണ ഉണ്ടായിരിക്കണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് തിന്മ എന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഇൽമു പഠിച്ചേ പറ്റൂ. അറഫ്തു ശർറ ലാ ലിശ്ശർരി ലാകിൻ ലി തവഖീഹി വമൻ ലാ യഅരിഫു ശർറ മിനൻ നാസി യഖഅ ഫീഹി. മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷർറ് എന്താണെന്ന് മനസ്സിലാക്കി. എന്തിന്? ലാലി ശർരി, ആ ഷർറ് ചെയ്യാനല്ല, മറിച്ച് ലാക്കിൻ ലി തവഖീഹി, അതിൽ നിന്ന് സംരക്ഷണം നേടാൻ. ഇത് ഷർറാണെന്ന് മനസ്സിലാക്കണം. എപ്പോഴേ നമുക്ക് രക്ഷപ്പെടാനുള്ള പദ്ധതികളെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കൂ. പക്ഷെ വമൻ ലാ യഅരിഫു ശർറ മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് ഷർറ് എന്താണെന്ന് തിരിയാത്തവൻ യഖഅ ഫീഹി, അവനാ ഷർറ് ചെന്ന് വീഴും. എന്നിട്ടോ ഞാൻ ഇപ്പൊ ഷർറ ചെയ്തെന്ന് ഓരോട്ട് മനസ്സിലാവൂല എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു റുബുൽ മുഹ്ലിക്കാത്ത് എന്ന് പറയുന്ന ഇഹ്യയിലെ ആ ഒരു പാർട്ട് വളരെ അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ അധികരിച്ച ജനങ്ങളും അത്തരം അനിവാര്യമായ സംഗതിയിലേക്കോ അതേപോലെ തന്നെ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലേക്കോ അവർ തിരിയുന്നില്ല. അല്ലാതെ വേറെന്തൊക്കെയോ തൊലിപ്പുറത്തുള്ള ചർച്ചകളുടെ പിന്നാലെയാണ് ആളുകൾ എന്നാണ് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, ഒരിക്കലും തന്നെ എത്രയും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഘടകങ്ങളിൽപ്പെട്ടതാണ് ഒമിമ്മ ലാ യംബഗി അൻ യുബാദിറ ഫീ ഇൽഖാഇഹി ഇലൈഹി, അവർ പറഞ്ഞു കൊടുക്കൽ പെട്ടെന്നാക്കൽ അനിവാര്യമല്ലാത്ത സംഗതികളിൽപ്പെട്ടതാണ്. എപ്പോ ഇദാലം യകുൻ ഖദ് ഇൻതഖല അൻ മില്ലത്തിൻ ഇലാ മില്ലത്തിൻ ഉഖറ, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ അവന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്നതിൽ അനിവാര്യമായി വരാത്തതിൽപ്പെട്ടതാണ് എന്ത്? അൽ ഈമാനു ബിൽ ജന്നത്തി വന്നാരി, സ്വർഗത്തെക്കുറിച്ചും അതേപോലെ നരകത്തെക്കുറിച്ചും ഉള്ള വിശ്വാസം. വൽ ഹശ്രി വൻ നശ്രി, പുനർജന്മത്തെക്കുറിച്ചും ആളുകൾ മശ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്നതിനെ കുറിച്ചും. ഹത്താ യുഅ്മിന ബിഹി വ യുസദ്ദിഖ,
അത് വിശ്വസിക്കാനും അത് ശരിയാണെന്ന് സമ്മതിക്കാനുമുള്ള ഒരു മാനസികാവസ്ഥയിൽ അവൻ എത്തിക്കാൻ വേണ്ടി അത് മനസ്സിലാക്കി കൊടുക്കൽ. വഹുവ മിൻ തത്തിമ്മത്തി കലിമത്തി ഷഹാദത്തി, അത് ഷഹാദത്ത് കലിമയുടെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. ഫഇന്നഹു ബഅദ തസ്ദീഖ് ബിഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ യംബഗി യഫ്ഹമ റിസാലത, എന്താണ് ഈ റിസാലത്ത് എന്ന് അവൻ മനസ്സിലാക്കണം. അല്ലത്തി ഹുവ മുബല്ലിഗുഹ, ആ റിസാലത്ത്, ആ സന്ദേശങ്ങൾ നബി തങ്ങളാണല്ലോ നമുക്ക് എത്തിച്ചു തരുന്നത്, അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. വഹു, അതെന്താണ്? അന്നമന്നത അല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും ഒരാളെ അനുസരിച്ചാൽ ഫലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട്. ഒമൻ അസാഹുമ, അള്ളാഹിനും റസൂലിനും ഒരാൾ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചാലോ ഫലഹുന്നാർ, അവന് നരകവുമുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗസാലിമാമ് പറഞ്ഞു, വൈദന്തമഹത്തലി ഹാദത്തദ്രീജ്, ഈ ഘട്ടം ഘട്ടമായിട്ടാണ് ഇപ്പൊ ഈ ഇൽമിന്റെ സാഹചര്യങ്ങൾ, അതിന്റെ സ്റ്റേജുകൾ വരുന്നത് എന്ന വിഷയം നിനക്ക് ഉൾക്കൊള്ളാനായാൽ അലിംത, നീ മനസ്സിലാക്കും അന്നൽ മദ്ഹബൽ ഹഖ ഹുവ ഹാദാ, ശരിയായ നിലപാട് ഇതുതന്നെയാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാം. വതഹഖഖത അന്ന കുല്ല അബ്ദിൻ ഹുവ ഫി മജാരി അഹ്വാലിഹി ഫി യൗമിഹി വലൈലതിഹി, ഓരോ അടിമയും അവന്റെ സാഹചര്യങ്ങൾ, രാവും പകലുമായിട്ടുള്ള അവന്റെ സാഹചര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നിടത്ത് ലാ യഖലു മിൻ വഖായ ഫി ഇബാദാതിഹി വ മുആമലാതിഹി, അവന്റെ ആരാധനാ കാര്യങ്ങളിലാവട്ടെ മറ്റിടപാടുകളിലാവട്ടെ അവൻ പുതിയ പുതിയ സംഭവങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൻ തജദ്ദുദി ലവാസിമിൻ അലൈഹി, അവന് കുറെ അതുമായി ബന്ധപ്പെട്ട നിർബന്ധങ്ങൾ പുതിയതായിട്ട് വരും പഠിക്കൽ. അപ്പൊ ഫയൽസമുഹു സുആലു അൻ കുല്ലി മാ യഖഉ ലഹു മിൻ നവാദിർ, റയറായി അവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു പഠിക്കൽ അവന് നിർബന്ധമാകും. വയൽസമുഹുൽ മുബാദറത്തു ഇലാ തഅല്ലുമി മാ യുതവഖഉ ഖൂഹു അലൽ ഖുർബി ഗാലിബൻ, സാധാരണഗതിയിൽ ഇപ്പൊ വന്നിട്ടില്ലെങ്കിലും അടുത്തന്നെ എനിക്ക് അത്തരം ഒരു സംഗതികൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന നിലക്ക് അവൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിനും സമയത്തിന്റെ ലഭ്യതക്കനുസരിച്ച് പെട്ടെന്ന് തന്നെ അവൻ സമയം കണ്ടെത്തൽ നിർബന്ധമാകും. ഫൈദാ തബയ്യന, ഈ കാര്യം വ്യക്തമായാൽ, ഫൈദാ തബയ്യന അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നമാ അറാദ ബിൽ ഇൽമി അൽ മുഅറഫ് ബിൽ അലിഫി വൽ ലാമി, തലബുൽ ഇൽമി, അൽ ഇൽമു എന്ന് പറഞ്ഞില്ലേ, അലിഫ് ലാം കൊണ്ട് മാരിഫാക്കിയിട്ട്, ആ ഇൽമു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന് പറഞ്ഞ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് ഇൽമൽ അമലില്ലദി ഹുവ മശ്ഹൂറുൽ വുജൂബി അലൽ മുസ്ലിമീന ലാ ഗൈർ, വിശ്വാസികൾക്ക് നിർബന്ധമുള്ളതെന്നും പ്രസിദ്ധമായിട്ടുള്ള പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരേണ്ട ഇൽമാണ് ഉദ്ദേശം എന്ന് നിനക്ക് വ്യക്തമാകും. അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് പഠിക്കേണ്ടതിന്റെ ന്യായവും അതേപോലെ തന്നെ അത് ഘട്ടം ഘട്ടമായിട്ടാണ് നിർബന്ധമാവുക എന്ന് പറഞ്ഞ ആ സംഗതികളും നിനക്കെന്താവും ഇവിടെ ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. അപ്പൊ ഇൽമ് പഠിക്കൽ നിർബന്ധമാണ്. അതില് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമുണ്ട്, ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമുണ്ട്, അതുപോലെ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമുണ്ട്. ആ പഠനമുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ഓരോ മനുഷ്യന്റെ സാഹചര്യവും അതുമായി അവൻ ബന്ധപ്പെടേണ്ട ഒരു ഘട്ടം വരുമ്പോഴാണ് കൃത്യമായിട്ടും അത് തന്നെ പഠിച്ചിരിക്കണം എന്ന ബാധ്യതയും നിർബന്ധവും അവന് കടന്നു വരുന്നത്. അത് ഓരോരുത്തരുടെ ജീവിതത്തിലും നിരന്തരം അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു പുതിയ പുതിയ സംഭവങ്ങൾ അവന് നിരന്തരം അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പൊ ആ പുതിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്താണ് കൃത്യമായിട്ടുള്ള നിലപാട് എന്ന് സംബന്ധമായി ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്നത് സംബന്ധമായിട്ട് അവന് ധാരണയുണ്ടാവണം. ആ ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ സമൂഹത്തിന്റെ മതപരമായ വിഷയങ്ങളിലെ കാവൽപ്പട്ടാളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പണ്ഡിതന്മാർ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്നെ വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടുകൾ അതവർക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പുതിയ പുതിയ ഇഷ്യൂസ് പെട്ടെന്ന് ഉണ്ടാവുമല്ലോ. പുതിയ പുതിയ കച്ചവടങ്ങൾ വരുന്നു, ഓൺലൈനും അതേപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ ഉള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം പുതിയ പുതിയ സംഗതികൾ വരുന്നു. ആ സംഗതികളൊക്കെ വരുമ്പോ ലാഭം കിട്ടുമെന്ന് മാത്രം ആ ഒരു ആവേശം മാത്രം കണ്ടുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ ജനങ്ങൾ അതിലേക്ക് എടുത്തു ചാടുന്നു. എന്നാൽ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇത് ഹലാലാണോ ഹറാമാണോ എന്നത് സംബന്ധമായിട്ടുള്ള മതത്തിന്റെ കാഴ്ചപ്പാട് പഠിച്ചിരിക്കണം. അത് പഠിക്കാതെ അതാരോടും ചോദിക്കാതെ അവൻ അതുമായിട്ട് ബന്ധപ്പെട്ടു എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പിന്നെ പറഞ്ഞാൽ അവനൊരിക്കലും തന്നെ പടച്ചവനെടുത്ത് രക്ഷപ്പെടുന്ന സ്വഭാവം അതുകൊണ്ടില്ല
എന്ന് മനസ്സിലാക്കണം. അപ്പോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ പുതിയ പുതിയ വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അല്ലാതെ എനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടില്ല എന്നതുകൂടി തിരിച്ചറിയണം. നിർബന്ധമായ ഇൽമ് എന്ന് പറയുന്നത് ഓരോരുത്തരെയും ബാധിക്കുന്ന അതാത് സന്ദർഭങ്ങളിലുള്ള വിഷയങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അല്ലാഹു തആല നമ്മളെ തൊട്ട് ഖൈറായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാര്, അതുപോലെ തന്നെ ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് സഹായം ചെയ്തവർ, നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ വേണ്ടപ്പെട്ടവർ, സ്നേഹജനങ്ങൾ, നമ്മളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നാം ദ്വാരക്കാമെന്ന് ഏറ്റെടുത്തവർ എല്ലാവരെയും അല്ലാഹുവിന്റെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.